ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സുമായിട്ടാണ് കേട്ടോ. ഇന്ന് മുതൽ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുന്നേ ഞാൻ ആരി എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരി വർക്കിൻ്റെ. അത് 1-2 ക്ലാസ് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഇതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഒപ്പം രണ്ടും പാടെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത്. നമുക്ക് ഒരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് അതൊക്കെ സെയിൽ ചെയ്ത് ഒരു ബൊട്ടിക്കൊക്കെ തുടങ്ങണമെങ്കിലൊക്കെ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ ആരി വർക്കും ഒക്കെ നന്നായിട്ട് അറിയണമല്ലേ. അപ്പോൾ എൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഫസ്റ്റത്തെ ക്ലാസ്സാണ് കേട്ടോ ഇത്. ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരായിരിക്കില്ലേ, അപ്പോൾ നമുക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവരാവും. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെക്കണം എന്നൊന്നുമില്ല. വെറും 4 സാധനങ്ങൾ മാത്രമാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ വേണ്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ വേണ്ടത് ഇങ്ങനത്തെ എംബ്രോയ്ഡറി ഫ്രെയിമാണ്. ഇത് 6 ഇഞ്ചിൻ്റെ ഉണ്ട്, 9 ഇഞ്ചിൻ്റെ ഉണ്ട്, പല സൈസുകളിൽ ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെയും 9 ഇഞ്ചിൻ്റെയാണ്. 6 ഇഞ്ചിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ സ്ലീവ് അതുപോലെ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് 6 ഇഞ്ചിൻ്റെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയുടെ താഴെയാണ്. പിന്നെ 9 ഇഞ്ചിൻ്റെ ചുരിദാർ, ബ്ലൗസ്, സാരിയിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് 9 ഇഞ്ചിൻ്റെ ഉപയോഗിക്കുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും മേടിച്ച് വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ത്രെഡുകളാണ് വേണ്ടത്. ഇത് 4 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ഒക്കെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ 4 രൂപയുടെയൊക്കെ വില കുറഞ്ഞത് മേടിക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രം വില കൂടിയ ത്രെഡ് ഒക്കെ മേടിച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു 10 കളർ ത്രെഡെങ്കിലും നമ്മൾ ആദ്യം മേടിച്ച് വെക്കുക കേട്ടോ. ഇനി മുതൽ ഞാൻ ഓരോ ക്ലാസ്സും ഇടുന്നതായിരിക്കും. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ക്ലോത്താണ്. നമ്മളെപ്പോഴും പഠിച്ചു തുടങ്ങുമ്പോൾ കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ പോപ്ലിൻ്റെ ക്ലോത്തോ ആണ് മേടിക്കുന്നത്. പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത് കോട്ടൻ്റെ പോലത്തെ ഒരു തുണി തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ 1 മീറ്റർ 2 മീറ്ററൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. 1 മീറ്ററിന് 75 രൂപയോ അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത്. ഇനി ഇത് രണ്ടും പോയി മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ കോട്ടൻ്റെ വെള്ളമുണ്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് ഇങ്ങനത്തേലാണ് കേട്ടോ. പിന്നെ വൈറ്റ് കളർ തുണി തന്നെ മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ്. ഈ 4 സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. സാധാ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണ നീഡിലാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വലിപ്പമുള്ള നീഡിലിൻ്റെ ഹോളുള്ളതാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൂലിടുമ്പോഴൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാനിതാ ഫ്രെയിമിൽ പോപ്ലിൻ ക്ലോത്തൊക്കെ വെച്ച് കറക്റ്റ് ഫിറ്റായിട്ട് വെച്ചിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചു പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ 5 സ്റ്റിച്ചുകളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സൂചിയിൽ നൂല് കോർത്ത് വെച്ചിരുന്നു. ഒരു നൂലിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് കാണിച്ചു തന്ന ത്രെഡിൽ 6 ഇഴകളാണ് ഉണ്ടാവുക. അതിൽ 3 ഇഴകൾ മാത്രമാണ് നമ്മൾ സൂചിയിൽ എടുക്കേണ്ടുള്ളൂ. ബാക്കി 3 ഇഴകൾ മാറ്റി വെക്കണം. നമുക്കതിൽ 3 ഇഴകൾ മാത്രം മതി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും പാടെ വേർതിരിച്ചെടുത്തിട്ട് വേണം സൂചിയിൽ കോർക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ വരുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റിച്ചുകളിൽ ഒന്നാണ് റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. താഴത്തുനിന്ന് കുത്തിയെടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെയും താഴത്തേക്ക് തന്നെ കുത്തുകയാണ് ചെയ്യണത്. പിന്നെയും അതേ ഗ്യാപ്പിൽ താഴത്തുനിന്ന് മേലേക്ക് കുത്തിയെടുക്കുന്നു. പിന്നെയും അതുപോലെ താഴത്തേക്ക് കുത്തുന്നു. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വർക്കുകളാണ് വരുന്നത്.
ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് കെട്ടിടാനുണ്ട്. അപ്പോൾ ഫ്രെയിം ഒന്ന് തിരിച്ച് വെച്ചിട്ട് താഴത്ത് നമ്മൾ സാധാ കെട്ടിടുന്ന പോലെ കെട്ടിടുക കേട്ടോ. ഒന്ന് കുത്തിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നീഡിലെടുത്തിട്ട് വലിക്കുക. ബാക്കിയുള്ള നൂല് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ കെട്ടിട്ടിട്ട് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ അടുത്തത് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ വരയുടെ കുറച്ച് അപ്പുറത്ത് ഫസ്റ്റ് താഴത്തുനിന്ന് കുത്തി മേലേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കുത്തണം കേട്ടോ. അപ്പോൾ ബാക്കിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ വരുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുത്തി മേലേക്ക് എടുത്തിട്ട് പിന്നെയും കുറച്ച് ഗ്യാപ്പിൽ കുത്തുന്നു. പിന്നെ അതിൻ്റെ നമ്മൾ കുത്തിയതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് മേലേക്ക് കുത്തിയെടുക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ടും പാട് കൂട്ടി കെട്ടുമ്പോൾ 6 നൂലുകളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 3 നൂലിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും കുത്തി മേലേക്ക് എടുക്കുന്നു, പിന്നെ അപ്പുറത്ത് കുത്തുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തെടുക്കാനുള്ളതാണ്.
അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന 5 സ്റ്റിച്ചുകൾ. ഈ 5 സ്റ്റിച്ചുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രെയിമും പോപ്ലിൻ ക്ലോത്ത് ഇതൊക്കെ മേടിച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇതിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സും നിങ്ങൾ കാണുക കേട്ടോ. ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഹോം പേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ നിങ്ങളുടെ ചാനലിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.